ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വചനദീപം പ്രാർത്ഥനാ പരമ്പരയുടെ 6-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും അറിഞ്ഞോ അറിയാതെയോ കടന്നുകൂടിയിട്ടുള്ള എല്ലാ അന്ധകാര ശക്തികളെയും ദോഷഫലങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ അകറ്റാനാണ് ദൈവത്തിൻ്റെ ശക്തമായ സംരക്ഷണ കവചം നമ്മളുടെ മേലുണ്ടാകാൻ നമുക്ക് ഒരുമിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യാക്കോബ് 4:7 വചനം പറയുന്നു, ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. ഈ തിരുവചനം നമുക്ക് ഒരുപാട് അനുഗ്രഹമാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനെ തൊടാൻ ഒരു തിന്മയ്ക്കും സാധിക്കുകയില്ല. നമ്മുടെ ഭയവും ആശങ്കകളും മാറ്റാൻ കർത്താവിൻ്റെ വചനം നമുക്ക് ധൈര്യം നൽകുന്നു. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ കാവൽ നമ്മുടെ കുടുംബങ്ങൾക്ക് ചുറ്റുമുണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മിഖായേൽ മാലാഖയോടുള്ള പ്രാർത്ഥന. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപനായ പ്രഭു, ഉന്നത ശക്തികളോടും അധികാരികളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിൻ്റെ ക്രൂരഭരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ വരണമേ. അങ്ങനെയാണല്ലോ തിരുസഭ അവളുടെ പരിപാലകനും സംരക്ഷണവുമായി വണങ്ങുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ നിയുക്തനായിരിക്കുന്നതും അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിമപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അവനൊരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിൻ്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന് മുൻപിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവൻ്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ. അവൻ മേലിലൊരിക്കലും ഞങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ. എഫോസ്യസ് 6:11 തിരുവചനം പറയുന്നു, സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒറ്റയ്ക്കല്ല പോരാടുന്നത്. കർത്താവിൻ്റെ വചനം നമ്മളുടെ പരിചയമാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കുടുംബങ്ങളിൽ കയറിക്കൂടിയ സകല ദോഷശക്തികളെയും ശത്രുദോഷങ്ങളെയും മുറിച്ചു നിൽക്കാൻ ഈ വചനത്തിന് സാധിക്കും. അവിടുത്തെ തിരുരക്തത്താൽ നമ്മൾ സംരക്ഷിക്കപ്പെടും. പ്രാർത്ഥന. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ഈ നിമിഷം എൻ്റെ കുടുംബത്തിന് ചുറ്റും അങ്ങയുടെ ശക്തമായ അഗ്നിമതിൽ തീർക്കണമേ. സകല അന്ധകാര ശക്തികളോടും ശത്രുക്കളുടെ തന്ത്രങ്ങളോടും മന്ത്രവാദം ദോഷഫലങ്ങളോടും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ നിന്നും എൻ്റെ കുടുംബത്തിൽ നിന്നും പുറത്തു പോവുക. കർത്താവേ, അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ഭയം, നിരാശ, രോഗം എന്നിവ വഴി കടന്നു വരുന്ന ഒരു തിന്മയ്ക്കും ഞങ്ങളുടെ മേൽ അധികാരമില്ല. വിശുദ്ധ മിഖായേൽ മാലാഖയെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രഭു, അന്ധകാരത്തിൻ്റെ പാളയങ്ങളെ തകർക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വീടിൻ്റെ ഓരോ കോണിലും കർത്താവിൻ്റെ സമാധാനം വാഴട്ടെ. സകല ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ആമേൻ. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ വ്യക്തിയുടെ മേലും ദൈവത്തിൻ്റെ കാവലുണ്ടാകട്ടെ. ഇത് ആവർത്തിച്ച് കേൾക്കുന്നത് നിങ്ങളുടെ ഭയവും തടസ്സങ്ങളും മാറാൻ സഹായിക്കും. വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ 7-ാം ദിവസത്തെ പ്രത്യേക പ്രാർത്ഥനയുമായി കാണാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.